CPM സംസ്ഥാന സമ്മേളനത്തിൽ സംഘടനാ റിപ്പോർട്ടിലെ പൊതു ചർച്ചയിൽ വിമർശനങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് എതിരെയായിരുന്നു. സെക്രട്ടറിയുടെ വാക്കും പ്രവൃത്തിയും രണ്ട് വഴിക്കാണെന്നും നിലപാടുകളിൽ അടിക്കടി മാറ്റം വരുത്തുന്നു എന്നുള്ള വിമർശനവുമുണ്ടായി. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സമ്മേളനത്തിൽ കാര്യമായ വിമർശനങ്ങൾ ഉണ്ടായിട്ടില്ല. ഭയങ്കര വ്യക്തിപരമായ അറ്റാക്കാണ്. പക്ഷേ പാർട്ടിയുടെ ചരിത്രത്തിൽ പോലും വ്യക്തിപരമായ അറ്റാക്ക് സെക്രട്ടറി നേരിടേണ്ടി വന്നിട്ടില്ല. എനിക്കെതിരായിട്ട് ഒരു വ്യക്തിപരമായ അറ്റാക്ക് വന്നിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന വികസന രേഖ CPM സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്യും. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള നടത്തിപ്പുൾപ്പെടെ നയമാറ്റ സൂചനകൾ രേഖയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സമ്മേളനത്തിലെ ചർച്ചയിൽ വരുന്ന അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചാകും രേഖ പുതുക്കുക. വൈകിട്ടോടെ പ്രവർത്തന റിപ്പോർട്ടിലെ ചർച്ചയ്ക്ക് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മറുപടി പറയും. നാളെയാണ് സംസ്ഥാന സമിതി തെരഞ്ഞെടുപ്പ്. VV അരുൺ CPM സംസ്ഥാന സമ്മേളന വേദിക്കരികിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ഏതെല്ലാം തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയരുന്നു എന്നുള്ളതാണ്. സംസ്ഥാന സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം വാക്കൊന്ന് പ്രവൃത്തിയൊന്ന് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വന്നു എന്നുള്ള റിപ്പോർട്ടുകൾ. അത് എന്തെല്ലാം വിവരങ്ങളൊക്കെയാണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി എന്ന രീതിയിൽ നല്ല പ്രകടനമാണ് അദ്ദേഹം നടത്തുന്നത് എന്ന തരത്തിലുള്ള കമന്റുകളൊക്കെ വന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നത്. വിവരങ്ങൾ എന്താണ് അരുൺ? ഇന്നലെയാണ് പൊതുചർച്ച, രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ച ഇന്നലെയാണ് നടന്നത്. ഇന്നലെ അത് രാത്രി പൂർത്തിയായി. ഈ ചർച്ചയിൽ ഉയർന്ന ഒരു രീതി എന്ന് പറയുന്നത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ രൂക്ഷമായ വിമർശനം ഉയർന്നു വന്നു. ആദ്യം പത്തനംതിട്ടയിൽ നിന്നുള്ള ജില്ലാ സെക്രട്ടറി അംഗം PP ഹർഷകുമാർ തുടങ്ങി വെച്ച വിമർശനം പിന്നീട് പല ജില്ലാ കമ്മിറ്റികളും ഏറ്റെടുത്തു. അതിശക്തമായ വിമർശനം MV ഗോവിന്ദനെതിരെ ഉയർന്നു. പാർട്ടി സെക്രട്ടറിയാണ് ആദ്യം നാവ് നിയന്ത്രിക്കേണ്ടത്, സംസാരം നിയന്ത്രിക്കേണ്ടത്. സജി ചെറിയാൻ വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കണമെന്നൊരു വിമർശനം സംഘടനാ റിപ്പോർട്ടിലുണ്ടായി. അതുകൊണ്ട് തന്നെ അതിനുള്ള മറുപടി എന്ന രീതിയിൽ പോലെയാണ് ചില പ്രതിനിധികൾ പറഞ്ഞത്. പാർട്ടി സെക്രട്ടറിയാണ് അത്തരത്തിൽ വർത്തമാനം സൂക്ഷിക്കേണ്ടത്. രാവിലെ ഒന്ന്, വൈകുന്നേരം മറ്റൊന്ന് രീതിയിൽ പലപ്പോഴും അദ്ദേഹത്തിന്റെ നിലപാടുകൾ മാറാറുണ്ട് എന്ന കടുത്ത വിമർശനം സെക്രട്ടറിക്ക് പലപ്പോഴും ഈ മെരിറ്റ് മൂല്യങ്ങളുമൊക്കെ പറയുന്ന ആളാണ് സെക്രട്ടറി. പക്ഷേ അത് സ്ഥാനമാനങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോൾ അത് കണ്ണൂരിലേക്ക് മാത്രം ഒതുക്കപ്പെടുന്നു എന്ന വിമർശനമുണ്ടായി. സ്ത്രീ വിഷയങ്ങളിൽ വനിതാ ദിനം കൂടി ആയതുകൊണ്ട് ഇന്നലെ അനുശ്രീ, SFIയുടെ മുൻ സംസ്ഥാന അധ്യക്ഷ കൂടി അനുശ്രീ പറഞ്ഞ വാക്കുകൾ കൂടി നമുക്ക് പരാമർശിച്ചു പോകാമെന്ന് തോന്നുന്നു. കാരണം സ്ത്രീപക്ഷപാതം, സ്ത്രീകളോടുള്ള അനുഭാവ നിലപാട് പലപ്പോഴും ഉണ്ടാകുന്നില്ല. അത്തരം കാര്യങ്ങളിൽ സ്ത്രീപക്ഷ നിലപാടുകളിൽ മറ്റു വിഷയങ്ങൾ ഏറ്റെടുക്കുന്ന പോലെ ക്യാമ്പയിനോ ഒന്നും ഏറ്റെടുക്കാതെ ഒരു മെല്ലെപ്പോക്കാണ് പാർട്ടിക്കുള്ളത്. അത് പുനഃപരിശോധിക്കുമെന്ന ആവശ്യം സമ്മേളനത്തിൽ ഉയർന്നു വന്നു. ഇന്ന് PK ശ്രീമതി അടക്കമുള്ള നേതാക്കൾ അത് തന്നെയാണ് സൂചിപ്പിച്ചത്. സ്ത്രീകളുടെ കാര്യത്തിൽ പാർട്ടിയുടെ സമീപനം മാറണമെന്നൊരു പരാമർശം PK ശ്രീമതിയും നടത്തിയിരുന്നു. സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഒരു സംഘടിത എന്ന് പറയാൻ കഴിയുമെങ്കിൽ പോലും അതിശക്തമായ വിമർശനം പല ജില്ലകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതേസമയം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന് കയ്യടിയാണ് ഈ സമ്മേളനത്തിൽ പൊതുവിലുള്ളത്. നമുക്ക് ബ്രാഞ്ച് സമ്മേളനം മുതൽ ജില്ലാ സമ്മേളനം വരെ മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെയൊക്കെ ഒരു വിമർശനം വന്നുവെങ്കിലും സംസ്ഥാന സമ്മേളനത്തിൽ അതുണ്ടായില്ല. മുഖ്യമന്ത്രി പൂർണ്ണസമയം പങ്കെടുക്കുന്നതുകൊണ്ട് മാത്രമാകില്ല ഒരുപക്ഷെ മുഖ്യമന്ത്രി തന്നെ പിണറായി തന്നെ തുറന്നും CPM നയിക്കണം എന്ന ഒരു വലിയൊരു വികാരം പാർട്ടിക്കുള്ളിലുണ്ട്. അതുകൊണ്ട് കൂടിയാകാം പിണറായി വിജയന് കയ്യടിയാണ് സമ്മേളനത്തിൽ പൊതുവിൽ ഉയർന്നത്. മികച്ച രീതിയിൽ ആദ്യ സർക്കാരിൽ എന്നതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴും പ്രവർത്തിക്കുന്നു. വിവാദ വിഷയങ്ങളിലൊക്കെ അദ്ദേഹം കൃത്യമായ നിലപാട് വ്യക്തമാക്കുന്നു. പക്ഷേ അദ്ദേഹത്തിനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ അദ്ദേഹത്തിന് പിന്തുണ കുറയുന്നു. അത് നിയമസഭയ്ക്ക് അകത്തായാലും പുറത്ത്. നിയമസഭയിൽ B ശിവൻകുട്ടിയും മുഹമ്മദ് റിയാസും മാത്രമാണ് മുഖ്യമന്ത്രിക്കെതിരെ ആക്രമണം ഉണ്ടാകുമ്പോൾ ശക്തമായി രംഗത്ത് വരുന്നത്. പ്രതിപക്ഷം നെറുകൻ തലയിൽ തന്നെയാണ് പലപ്പോഴും സർക്കാരിനെ അടിക്കുന്നത്. അവിടെ ആ ഒരു രീതിയിലുള്ള പ്രതിരോധം തീർക്കാൻ മറ്റു നേതാക്കൾക്കാവുന്നും കഴിയുന്നില്ല. പുറത്തും മുഖ്യമന്ത്രി വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ മന്ത്രിമാരുടെ ഭാഗത്ത് പ്രതീക്ഷിക്കാത്ത പ്രതികരണം ഉണ്ടാകുന്നില്ല. നിലവാരത്തിൽ ഉയരുന്നില്ല, പ്രതീക്ഷിത നിലവാരത്തിൽ ഉയരുന്ന വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും MV ഗോവിന്ദനെ ലക്ഷ്യമിട്ടുള്ള വളരെ കടുത്ത വിമർശനങ്ങളുണ്ട്. അദ്ദേഹം അതിനോട് പ്രതികരിച്ചുവെന്ന്, തനിക്കെതിരെ വിമർശനങ്ങൾ വ്യക്തിപരമെന്ന് കരുതുന്നില്ല. വിമർശനങ്ങൾ അദ്ദേഹം തള്ളിക്കളയുന്നില്ല. വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് വ്യക്തിപരമായ വിമർശനങ്ങൾ അല്ല എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. ഏതായാലും ഇന്നലെ അത് സംഘടനാ റിപ്പോർട്ട് ചർച്ച അവസാനിച്ചു. രാത്രി 8 മണിയോടുകൂടി MV ഗോവിന്ദൻ ഈ വിമർശനങ്ങൾക്കൊക്കെ മറുപടി പറയും. സംഘടനാ റിപ്പോർട്ടിന്മേൽ, രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിന്മേൽ നടന്ന ചർച്ചയ്ക്കുള്ള വിശദമായ മറുപടി തന്നെ ഇന്ന് MV ഗോവിന്ദൻ നൽകും. ഇപ്പോൾ ചായയ്ക്ക് വിനിയോഗിക്കുകയാണ് സമ്മേളനം. അല്പസമയം മുമ്പ് വരെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തിലേക്കുള്ള പുതുവഴികൾ എന്ന വികസന രേഖയിലായിരുന്നു ചർച്ച. വികസന രേഖയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പാർട്ടിയിൽ ഇപ്പോഴുണ്ട്. കാരണം വികസനം അനിവാര്യമാണ്, വൻകിട നിക്ഷേപങ്ങൾ വരേണ്ടതുണ്ട്. പക്ഷേ ഈ CPMന്റെ ശക്തി എന്ന് പറയുന്നത്, അടിത്തറ എന്ന് പറയുന്നത് സാധാരണക്കാരാണ്, കർഷകരാണ്, കർഷക തൊഴിലാളികളും കയർ തൊഴിലാളികളുമാണ്. അവരെ മറന്നുകൊണ്ട്, പരമ്പരാഗത മേഖലയെ മറന്നുകൊണ്ട് വികസനം പാടില്ല എന്ന വിമർശനങ്ങൾ ഇന്നലെ പൊതുചർച്ചയിൽ ഉയർന്നു വന്നിരുന്നു. മന്ത്രി P രാജീവനും വളരെ വേഗത്തിൽ വ്യവസായ അതായത് അരുൺ, ഈ 41 പേജുള്ള വികസന രേഖ നയമാറ്റമാണെന്ന് പാർട്ടി സെക്രട്ടറി തന്നെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം
സാഹചര്യം. അപ്പോഴും ഇതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടോ? ഈ സമസ്ത മേഖലകളിലും സ്വകാര്യ നിക്ഷേപം ക്ഷണിക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ അതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ടോ? പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുള്ള നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളുണ്ടോ? സംഘടനാ റിപ്പോർട്ടിന്റെ പൊതുചർച്ചയിൽ ഇന്നലെ PP ചിത്തരഞ്ജൻ, ആലപ്പുഴയിൽ നിന്നുള്ള നേതാവ് ചിത്തരഞ്ജനാണ് ഈ വ്യവസായ സൗഹൃദ അന്തരീക്ഷം നല്ലതാണ്, പക്ഷേ അത് പരമ്പരാഗത മേഖലയെ മറന്നുകൊണ്ടാകരുത്, കർഷകരെയും കയർത്തൊഴിലാളികളെയും മറന്നുകൊണ്ടാകരുത് വികസനം, ആ വേഗം അതിന് ഉണ്ടാകുന്നല്ലാണ്, പക്ഷെ അവർക്ക് കൂടി പരിഗണന നൽകണം. കയർത്തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ പോലും ഈ രണ്ടാം പിണറായി സർക്കാർ പലപ്പോഴും മുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് അതുകൂടി പരിഗണിക്കുന്ന അഭിപ്രായം വന്ന് അങ്ങനെ അത്ര അഭിപ്രായമുള്ള നേതാക്കൾ നിരവധി ഉണ്ടാകും. സ്വാഭാവികമായും ഇന്ന് വികസന ചർച്ചയിലും ഇത് ഉയർന്നു വരും. വികസനം വേണ്ട എന്നല്ല, പക്ഷേ വികസനം വരുമ്പോൾ സാധാരണക്കാരെ കൂടി പരിഗണിക്കണം, അവരുടെ പ്രശ്നങ്ങൾ കൂടി അവർക്ക് കൂടി അതിലേക്ക് എത്താൻ കഴിയണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഇന്നത്തെ ചർച്ചയിലും ഉയർന്നു വരാം. വികസന രേഖയിലാണ് ചർച്ച നടക്കുന്നത്. ഈ ചർച്ചയ്ക്ക് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയും. പൊതുമേഖലാ സ്ഥാപനവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ നയത്തിൽ പൊതുമേഖലയെ എപ്പോഴും ചേർത്ത് നിർത്തുന്ന പൊതുമേഖല സംരക്ഷിച്ച സർക്കാർ ഇപ്പോഴും അത് സംരക്ഷിച്ചു പറയുമ്പോഴും നഷ്ടത്തിലായ അല്ലെങ്കിൽ പൂട്ടിക്കിടക്കുന്ന വ്യവസായ സ്ഥാനങ്ങളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അവരുടെ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് മറ്റ് വികസന പദ്ധതികളിലേക്ക് ആലോചനകൾ പോകുമെന്ന് തന്നെ വ്യക്തമാക്കുന്നു. അതിനും ഒരുപക്ഷെ ഈ വിമർശനങ്ങളും ചർച്ചകളും ഉയർന്നു വന്നേക്കാം. BV അരുണാണ് വിവരങ്ങൾ നൽകിയത്. CPM സംസ്ഥാന സമ്മേളന വേദി നടക്കുന്ന കൊല്ലത്ത്.